ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്താണ്. ആഡം സ്മിത്തിൻ്റെ പുസ്തകമാണ് എൻക്വയറി ഇൻ ടു നേച്ചർ. 1776 1776 എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മെമ്മറി പെട്ടെന്ന് പോകും. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് എന്താണെന്ന് ചോദിച്ചാൽ 1776 അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 1776 ജൂലൈ മാസം 4-ാം തീയതിയാണ് അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ജൂലൈ 4-ന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, സ്വാമി വിവേകാനന്ദൻ അന്തരിച്ചത് ജൂലൈ 4-ലാണ്. അമേരിക്കയുടെ 2ാമത്തെ പ്രസിഡന്റ് ജോൺ ആഡംസും അന്തരിച്ചത് ജൂലൈ 4-ലാണ്. അമേരിക്കയുടെ 3ാമത്തെ പ്രസിഡന്റ് തോമസ് ജെഫേഴ്സണും അതേ ദിവസം തന്നെയാണ് അന്തരിച്ചത്, ജൂലൈ 4-ലാണ്. അപ്പോൾ ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ. ജൂലൈ 4 എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ജോഷി സംവിധാനം ചെയ്ത, ദേവൻ വില്ലനായി അഭിനയിച്ച, ദിലീപും റോമയും നായകന്മാരായി അഭിനയിച്ച ഒരു മലയാള സിനിമയുമുണ്ട് ജൂലൈ 4. അപ്പോൾ ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളെ കണക്ട് ചെയ്ത് ഓർക്കുന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ കണക്ട് ചെയ്യുക, അതുപോലെ പിക്ചറായിട്ട് ഓർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഓർമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഓർമ്മയെ എൻഹാൻസ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് യു ക്യാൻ ഒബ്വിയസ്ലി സ്കെയിൽ ഗ്രേറ്റ് ഹൈറ്റ്സ്. ഏത് പരീക്ഷയും, നിങ്ങൾക്ക് സിവിൽ സർവീസ് ആകട്ടെ, ഏത് പരീക്ഷ, ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ എന്ന് പറയുന്നത് സിവിൽ സർവീസാണ്. GK ആണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ സിവിൽ സർവീസ് അല്ല, ഏത് പരീക്ഷയാണെങ്കിലും നിങ്ങൾക്ക് പാസ്സാകാൻ ഈ ഓർമ്മശക്തി മാത്രം മതി. ഓർമ്മശക്തിയുടെ കൂടെ വിചിന്തന ശേഷിയും കൂടെ ഉണ്ടാകും. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, പലരും ചോദിക്കും എന്തിനാണ് നമ്മൾ ഇതെല്ലാം കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ മൊബൈലിൽ കിടപ്പുണ്ട്, ലാപ്ടോപ്പിലുണ്ട്, നിങ്ങൾ വിരൽത്തുമ്പിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും, പിന്നെ എന്തിനാണ് ഇതെല്ലാം ഓർത്തു വെക്കുന്നത് എന്ന ചോദ്യത്തിന് എനിക്ക് കൃത്യമായ സയൻറ്റിഫിക്കായ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഇഫ് യു ക്യാൻ ഡെവലപ്പ് യുവർ സ്റ്റോറേജ് ഓഫ് ബ്രെയിൻ, ഒബ്വിയസ്ലി യു ക്യാൻ എൻഹാൻസ് യുവർ ബ്രെയിൻ പവർ. നിങ്ങളുടെ ബ്രെയിനിൽ എത്രത്തോളം സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ പവറും മെമ്മറി പവറും കൂടും. നിങ്ങളൊന്നും ഓർത്തു വെക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ ബ്രെയിനെ നിങ്ങൾ മടിയന്മാരാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ വയറിന് എക്സസൈസ് കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് കുടവേറാകും എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ബ്രെയിനിന് കൃത്യമായി എക്സസൈസ് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബ്രെയിന് 6 പാക്ക് ബോഡി പോലെ തന്നെ ബ്രെയിൻ ഒരു 6 പാക്ക് ഉണ്ടാകും. അപ്പോൾ അതുണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ഡിജിറ്റുമായിട്ടും ഒക്കെ കണക്ട് ചെയ്യുക, കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് എത്രത്തോളം നിങ്ങളുടെ ബ്രെയിൻ ഈസ് എ വണ്ടർഫുൾ മെഷീൻ. അപ്പോൾ അതിൻ്റെ അത്രയും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു മെഷീൻ ലോകത്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ നിമിഷം നമ്മൾ ചൈനയിലിരിക്കുന്നതായിട്ട് ചിന്തിച്ചാൽ ചൈനയിലെ വുഹാനിലിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും, അതല്ലെങ്കിൽ ചന്ദ്രനിൽ പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. എത്ര ഫാസ്റ്റായി വേണമെങ്കിലും ലോകത്ത് സഞ്ചരിക്കുന്ന, പ്രകാശത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന നമ്മുടെ മനസ്സ് തന്നെയാണ്. മനസ്സ് എന്താണെന്ന് ചോദിച്ചാൽ ബ്രെയിൻ തന്നെയാണ്. അപ്പോൾ ബ്രെയിൻ പവറാണ് ഈ ലോകത്തെ ഏറ്റവും വലിയൊരു സംഭവം. അപ്പോൾ മസിൽ പവറിനേക്കാളും മണി പവറിനേക്കാളും എല്ലാം പ്രധാനം ബ്രെയിൻ പവറാണ്. അപ്പോൾ ഇഫ് യു ക്യാൻ എൻഹാൻസ് യുവർ ബ്രെയിൻ പവർ, യു ക്യാൻ കോൺകർ ദ വേൾഡ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു പ്രഭാഷകനാകണമെങ്കിലും, നല്ലൊരു IAS-കാരനാകണമെങ്കിലും, IPS-കാരനാകണമെങ്കിലും, രാജ്യം ഭരിക്കണമെങ്കിലും, പ്രധാനമന്ത്രി ആകണമെങ്കിലും, പ്രസിഡന്റ് ആകണമെങ്കിലും നല്ല ബ്രെയിൻ പവർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ എവറിത്തിങ് വിൽ ബി എ പീസ് ഓഫ് കേക്ക്. എല്ലാം വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, പുതിയ കാലത്തെ വിദ്യാഭ്യാസം, ന്യൂ മെത്തഡോളജി ഓഫ് ടീച്ചിങ് ഈസ് ഡിഫറെൻറ്റ്. That's a kind of edutainment style of teaching and learning. Edutainment എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ത്രൂ എൻ്റർടൈൻമെൻ്റ് ആണ്, വിനോദത്തിലൂടെ വിജ്ഞാനം. അപ്പോൾ അതിന് ഒരുപാട് ടെക്നിക്കുകളാണ് ഞാൻ പുതിയ തലമുറയിലേക്ക് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് കൂടുതലും ബ്രെയിൻ പവർ ട്രെയിനിങ്ങിലൂടെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അത് ചിത്രങ്ങളിലൂടെയാണ്. ചിത്രങ്ങളും ഓർമ്മയുമായി, വരയും ഓർമ്മയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ബ്രെയിൻ പവർ ട്രെയിനിങ് എടുക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സായി ഞാൻ പറയുന്നത്, ബേസായിട്ട് ഞാൻ പറയുന്നത്, 2 കൈകൾ കൊണ്ട് നിങ്ങൾ വെറുതെ കുത്തി വരച്ച് നോക്കൂ. വെറുതെ ചുമ്മാതെ, നല്ല പടമൊന്നും വരയ്ക്കേണ്ട, വെറുതെ കുത്തി വരച്ചാൽ മതി. അതിന് ഡബിൾ ഡൂഡ്ലിംഗ് എന്നാണ് പറയുന്നത്. ആ ഡബിൾ ഡൂഡ്ലിംഗ് ഇന്ന് പല യൂണിവേഴ്സിറ്റികളിലും സ്കൂളുകളിലും പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതായത് ബ്രെയിൻ്റെ 2 സൈഡും ഒരുപോലെ ഡെവലപ്പ് ചെയ്യാനുള്ള ടെക്നിക്ക്. അത് ഡെവലപ്പ് ചെയ്താൽ ബ്രെയിൻ പവർ ഓട്ടോമാറ്റിക്കലി കൂടും. അതുപോലെ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുമ്പോൾ ബ്രെയിൻ പവർ കൂടും. നമ്മുടെ ബ്രെയിൻ പവർ എപ്പോഴും കുറയുന്ന ഉദാഹരണം, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, ചന്തയിലൊക്കെ കച്ചവടം ചെയ്യുന്ന അക്ഷരാഭ്യാസം ഇല്ലാത്ത 2ാം ക്ലാസ്സും 3ാം ക്ലാസ്സും മാത്രം പഠിച്ചിട്ടുള്ളവർ കണക്ക് കൂട്ടി 10, 15, 20, 30 ഒക്കെ കണക്ക് കൂട്ടി പെട്ടെന്ന് ചില്ലറയും തുട്ടും ഒക്കെ കണക്ക് കൂട്ടി ബാലൻസ് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് മാത്സ് പ്രൊഫസർക്ക് ശരിക്കും പെട്ടെന്ന് കണക്ക് കൂട്ടാൻ അറിയില്ല. കാര്യം എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടർ വന്നു, അല്ലെങ്കിൽ കാൽക്കുലേറ്റർ വന്നതോടുകൂടി. ഇപ്പോൾ തൊട്ട് കൂട്ടാൻ ഉപയോഗിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അച്ചാർന്ന് പറയും, പക്ഷേ കാൽക്കുലേറ്റർ എന്ന് നമ്മൾ പറയാം. കാൽക്കുലേറ്റർ വന്നതോടുകൂടി നമ്മുടെ ബ്രെയിന് നമ്മൾ അങ്ങനെ കൂട്ടാൻ ഉള്ള കഴിവ് നമ്മുടേത് കുറഞ്ഞു. കാര്യം ആ കഴിവ് നഷ്ടപ്പെട്ടു പോയി. എന്ന് പറഞ്ഞതുപോലെ എല്ലാം വിരൽത്തുമ്പിൽ, എല്ലാ ഇൻഫർമേഷനും എല്ലാ ഡേറ്റയും വിരൽത്തുമ്പിൽ കിട്ടുമെന്ന് കണ്ടതോടുകൂടി നമ്മുടെ ബ്രെയിൻ സ്റ്റോർ ചെയ്ത് വെക്കാതായി. ഭാര്യയുടെ മൊബൈൽ നമ്പർ പോലും നമ്മൾ മൊബൈൽ നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ, അല്ലെ ഭർത്താവിൻ്റെ മൊബൈൽ നമ്പർ. എനിക്ക് മൊബൈൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാര്യയെ വിളിക്കണമല്ലോ, ഭർത്താവിനെ വിളിക്കണമല്ലോ,
അടുത്ത ബന്ധുവിനെ വിളിക്കണമല്ലോ നമുക്ക് മൊബൈൽ നമ്പർ അറിയില്ല. കാര്യം ബ്രെയിൻ ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല. അങ്ങനെ സ്റ്റോർ ചെയ്യാൻ നമ്മൾ ശീലിക്കാതിരിക്കുന്നതോടുകൂടി ഹ്യൂമൻ ബ്രെയിൻ എന്ന് പറയുന്ന ഏതാണ്ട് 99% ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒരേപോലെ തന്നെയാണ്, എല്ലാ സിസ്റ്റവും. പക്ഷേ നമുക്കുള്ള ഏറ്റവും വലിയ കഴിവ് നമ്മുടെ മേധാശക്തിയാണ്. മനുഷ്യൻ പട്ടിയേക്കാളും പൂച്ചയേക്കാളും മറ്റ് ജീവജാല ആനയേക്കാളും എല്ലാ ലോകം കീഴടക്കുന്നത് മേധാശക്തി കൊണ്ടാണ്, ധിഷണാശക്തി കൊണ്ടാണ്. ആ തലച്ചോറിൻ്റെ പവറാണ് മനുഷ്യൻ്റെ പവർ എന്ന് പറയുന്നത്. ആ തലച്ചോറിൻ്റെ പവർ പൂർണ്ണമായും കുറയുന്ന ഒരവസ്ഥയിലേക്ക് പോകും നമ്മൾ ഗാഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടിരുന്നാൽ. നമ്മൾ 24 മണിക്കൂറും 18 മണിക്കൂറും മൊബൈൽ ഫോണിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ഫ്രണ്ടിൽ തന്നെ കുത്തിയിരിക്കുമ്പോൾ ആ ബ്രെയിൻ പവർ കുറയുകയാണ് ചെയ്യുന്നത്. ബ്രെയിനുള്ള എക്സസൈസ് കൊടുക്കാൻ നമ്മൾ മടിച്ചു പോയാൽ ഉറപ്പാണ് ഡിമെൻഷ്യയും അൽഷിമേഴ്സും പോലെയുള്ള അസുഖങ്ങൾ ഇനി വരുന്ന തലമുറയെ കീഴടക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഡിമെൻഷ്യയും അൽഷിമേഴ്സുമായിരിക്കും അടുത്ത ഒരു 15 വർഷത്തിനകം ഇന്ത്യയിൽ ഏറ്റവും കൂടുതലാകാൻ പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സ്ട്രെസ്, സ്ട്രെയിന്, പലതരത്തിലുള്ള രോഗങ്ങൾ, ഇതെല്ലാം നമ്മുടെ മേധാശക്തിയെ ബാധിക്കും. അപ്പോൾ ശരീരം തളർന്നോ ശരീരത്തിന് കുഴപ്പമോ വന്ന് മരിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഈ പറഞ്ഞതുപോലെ ബ്രെയിന് ഓർമ്മശക്തി കുറഞ്ഞ് ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക്, മക്കൾക്കും വേണ്ട ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്ക് പോകുന്ന രീതിയിലേക്ക് മടങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ തീർച്ചയായും ഒരു 50 വയസ്സ് കഴിയുമ്പോൾ, 50 വയസ്സ് വരെ കാക്കണ്ട, അതിന് മുമ്പ് തന്നെ ഈ ബ്രെയിൻ്റെ എക്സസൈസ് ചെയ്യണം. എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഡിമെൻഷ്യയോ അൽഷിമേഴ്സോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു മരുന്നുമില്ല. അതിന് ക്യാൻസർ വന്നാൽ നിങ്ങൾക്ക് ചികിത്സിക്കാം, ഹൃദയം വേണമെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം, അതല്ലെങ്കിൽ കിഡ്നി വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം. പക്ഷെ ബ്രെയിൻ പോയാൽ ഒരു ട്രാൻസ്പ്ലാന്റേഷനും ഇന്ന് വരെ സാധ്യമല്ലാത്ത കാര്യമെന്ന് പറയുന്നത് ബ്രെയിനാണ്.